ആ സമയത്തൊക്കെ എന്നെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്തിനാണ്, ആൾക്കാർ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഉണ്ട്, നമുക്ക് അതിലൊക്കെ സോഷ്യലൈസ് ചെയ്യണമെങ്കിൽ അതുപോലെ എന്നുള്ളത്. എന്താണ് അവർ ചെയ്യണത്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. 500-600 ആപ്ലിക്കേഷൻസ് എങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ അതിന് ശേഷം ഹായ് ഫ്രണ്ട്സ്, അബീസിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒപ്പം 2 പേരുണ്ട്. അതിൽ ഒരാൾ മെയിൻ്റെനൻസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണം, ഒരാൾ QC മാനേജറായിട്ട് വർക്ക് ചെയ്യണം. അപ്പം നിങ്ങളുടെ 2 പേരുടെ കേസിലും ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 പേർക്കും ജോബ് കിട്ടിയേക്കണ ലിങ്ക്ഡിനിൽ നിന്നാണ്. നമ്മുടെ A to Z കാര്യങ്ങൾ എപ്പോഴും അതിൻ്റെ ലിങ്ക്ഡിനിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഓഫീസിൽ തന്നെ ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടുന്നതനുസരിച്ച് നമ്മൾ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ കേസിൽ ഞാൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തു, CV ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നമ്മൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്താലും ഇതേപോലെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ വേറെ പല കമ്പനികളുടെയും പ്രൊഫൈൽ നമ്മൾ വിസിറ്റ് ചെയ്യുമല്ലോ. പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിന് അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഇതുണ്ട്, കമ്പനീസിൻ്റെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ പിക്ക് ചെയ്യും. ഞാൻ ആക്ച്വലി UK വരുന്നതിന് മുമ്പ് ദുബായിലായിരുന്നു. അവിടെ ഒരു 7 ഇയേഴ്സോളം ഉണ്ടായിരുന്നു. അപ്പം റിസർച്ചിൻ്റെ അവസാനം എനിക്ക് മനസ്സിലായത് ക്വാളിറ്റിക്ക് ഇവിടെ നല്ല ഡിമാൻഡുള്ളൊരു രാജ്യമാണ്. എൻ്റെ കോഴ്സ് ആക്ച്വലി പ്ലേസ്മെൻറ്റ് ഇയർ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഇയർ. എൻ്റെ കോഴ്സ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു, പ്ലേസ്മെൻറ്റിലോട്ട് കയറി. പ്ലേസ്മെൻറ്റ് സമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു സപ്ലൈ ചെയിൻ കമ്പനിയിൽ നിന്ന് ഓഫർ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 6 months ഗ്യാപ്പിൽ കമ്പനി എനിക്ക് വിസ ഓഫർ ചെയ്തത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ബിൽഗേറ്റ്സിൻ്റെ ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ്. അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ്. അപ്പോൾ അവിടുന്ന് ലിങ്ക്ഡിൻ ത്രൂ എന്നെ അപ്രോച്ച് ചെയ്തു, ഹെഡ് ഹണ്ട് ചെയ്തു. നമ്മളിപ്പം കുറേ ക്വാളിഫിക്കേഷൻസായിട്ട് നമ്മൾ വന്ന് ഒരു ജോബിന് കയറി കഴിഞ്ഞാൽ ആ ജോബിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട്. ഇപ്പം നമുക്ക് അടുത്ത വേറൊരു ജോലി കിട്ടുകയാണെങ്കിൽ അത് വേറൊരു സെക്ടറിലാണെങ്കിൽ നമുക്ക് ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട് ഒരു ജോബിൽ നിന്ന് വേറെ ജോബിലോട്ട്. ഇതാണ് ആക്ച്വലി എംപ്ലോയർ നോക്കുന്നത്. ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് CV പ്രിപ്പയർ ചെയ്യണം. ഇപ്പം എല്ലായിടത്തും ഒരു ബേസിക് ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ഉണ്ട്, നമ്മൾ ആദ്യം CV കറക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പം CV ക്രിയേറ്റ് ചെയ്യാനും CV ബിൽഡ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിലൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ നമുക്കറിയാത്ത കുറേ ഇൻഫർമേഷൻസ് അതിൻ്റെ അകത്ത് നിന്ന് കയറും. അപ്പം എപ്പോഴും നമ്മൾ സമയമെടുത്ത് ടൈം എടുത്ത് നമ്മുടെ സ്കിൽസ് എന്താണോ, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ, നമുക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി അതനുസരിച്ച് ഒരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ള CV ഉണ്ടാക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ കേസിൽ സക്സസ് ആയിട്ടുമുണ്ട്. കാരണം ഞാൻ തുടക്കത്തിലൊക്കെ ഒരു 10 years ബാക്ക് ഞാൻ ജോലി നോക്കുമ്പം ഞാൻ ഈ ഫ്രീ CV മേക്കിംഗ് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ കൂടെ കയറി എനിക്കിഷ്ടമുള്ള CV ബിൽഡ് ചെയ്ത് ഞാൻ എല്ലായിടത്തും അയക്കുമായിരുന്നു. അപ്പം 500-600 ആപ്ലിക്കേഷൻസ് എങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ അതിന് ശേഷം അതിൻ്റെ ഒരു റിജക്ഷൻ റേറ്റ് കൂടിക്കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ സ്വന്തമായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ CV ഉണ്ടാക്കി, വളരെ ഓണസ്റ്റായിട്ടും വളരെ ജെന്യൂൻ ആയിട്ടൊരു CV ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നൊരു അപ്പോഴും ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്ന് ഒരു 100-150 സബ്മിഷനിൽ ചിലപ്പോൾ ഒരു 6-7 കോൾസ് വന്നിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് കാണാൻ തുടങ്ങി. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ AI ജനറേറ്റഡോ അല്ലെങ്കിൽ AI നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ AI എന്ന് പറയുന്നത് നമുക്കിപ്പം സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഫുൾ അഡ്വൈസോ അല്ലെങ്കിൽ ഫുൾ ഗൈഡൻസോ AI എടുത്തതിന് ശരിയാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൽസ് അനുസരിച്ച് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എന്താണോ, നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ജോബാണ് നോക്കുന്നത്, എന്ത് സെക്ടറിലാണ് നോക്കുന്നത്, ഇതൊക്കെ പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് CV ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ഇൻഫർമേഷനൊക്കെ വെച്ച് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കേൾക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും, പക്ഷേ അതൊരു മാസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ലിങ്ക്ഡിൻ എനിക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒരു 10 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയതെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ സമയത്തൊക്കെ എന്നെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്തിനാണ്, ആൾക്കാർ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഉണ്ട്, നമുക്ക് അതിലൊക്കെ സോഷ്യലൈസ് ചെയ്യണമെങ്കിൽ അതുപോലെ എന്നുള്ളത്. ആ സമയത്ത് ഞാൻ 10 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 10 ഫ്രണ്ട്സ്, ലിങ്ക്ഡിനിലെ കണക്ഷൻ 10 കണക്ഷൻസ് ഒക്കെ ചെയ്ത് ഞാൻ ഈ നെറ്റ്വർക്ക് ആ സമയത്ത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ തുടക്കത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ പ്രൊഫൈൽ ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പ്രൊഫൈൽ ബിൽഡ് ചെയ്തതിൻ്റെ റിസൾട്ട് ആയിരിക്കും ഒരുപക്ഷെ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ജോലിയോ അല്ലെങ്കിൽ എന്നെ ഹെഡ് ഹണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ എനിക്കിപ്പോഴും ഇൻവിറ്റേഷൻസ് വരുന്നോ ഓഫേഴ്സ് വരുന്നതോ. അപ്പോൾ ഇതൊക്കെ ലിങ്ക്ഡിൻ ത്രൂ ആണ് എനിക്ക് കൂടുതലും നടന്നിട്ടുള്ളത്. ഞാൻ ഇൻഡീഡ് ഒരു സമയം വരെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇൻഡീഡിൽ വളരെ മിനിമലായിട്ടുള്ള റിസൾട്ട്സ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഏറ്റവും എളുപ്പം ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമല്ല ഇൻഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഈസിനെസ് നോക്കിയിട്ട് അവിടെ ചെന്ന് ഈ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു ജോബ് പോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ 300, 400, 500 ആപ്ലിക്കേഷൻസ് ആയിരിക്കും ചെല്ലുന്നത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10 നോക്കിയിട്ട് അവർ വിട്ട് കളയും. പക്ഷേ ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ്. അവിടെ ആയിരിക്കും CEO മുതൽ ഇപ്പം ഏറ്റവും ലോ ലെവൽ എംപ്ലോയീസ് മുതൽ ELT ലെവൽ, എക്സിക്യൂട്ടീവ് ലെവലിലുള്ള എംപ്ലോയീസ് വരെ ഉള്ളത് ലിങ്ക്ഡിനിലാണ്. എന്നെ സമയം ഞാൻ ഡയറക്റ്റ് പ്രസിഡൻറ്റിന് വരെ മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ VPക്ക് മെയിൽ അയച്ചിട്ട് എനിക്കൊരു ജോബ് കിട്ടിയിട്ടുണ്ട് ദുബായിലുള്ളപ്പോൾ. അപ്പോൾ അതൊക്കെ ലിങ്ക്ഡിൻ്റെ പവറാണ്. അപ്പം പിന്നെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, അതായത്
നമ്മൾ ഈ HR പീപ്പിൾ ടീം എന്ന് പറയും, HR ഇവർക്കൊക്കെ നമ്മൾ ജസ്റ്റ് കണക്ഷൻ അയക്കാം, നമുക്കൊന്നും പോകാനൊന്നുമില്ല. അവരുടെ റിക്വസ്റ്റ് അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ പ്രൊഫൈൽ അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടി, നമ്മളൊരു ക്വാളിഫിക്കേഷൻ വരുമ്പോൾ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ അവരുടെ ഫീഡിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കിടക്കുമ്പോൾ അവർക്ക് നമ്മൾ തന്നെ അവരെ റിഫ്രഷ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷനുള്ള ഒരാളുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. CV ക്രിയേറ്റ് ചെയ്ത് ലിങ്ക്ഡിനിലെ നെറ്റ്വർക്ക് വലുതായിക്കൊണ്ടേ ഇരിക്കുക. റിജക്ഷൻസ് വരും, അതൊരു ഫെയിലിയർ അല്ല, അതൊരു പ്രോസസ്സിൻ്റെ ഭാഗം മാത്രമാണ് റിജക്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ എപ്പോഴും ഔട്ട്കം പോസിറ്റീവ് ആയിരിക്കും. അതിനുവേണ്ടി മാത്രം അച്ചീവ് ചെയ്ത് മുമ്പോട്ട് നീങ്ങും. നമ്മൾ പ്രോപ്പറായിട്ട് ജെന്യൂനായിട്ടുള്ള CV ചെയ്യുക. ഇപ്പോൾ ഞാൻ തന്നെ പല ആൾക്കാരിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ജോബ് കണ്ടു കഴിഞ്ഞാൽ ആ ജോബിന് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പക്ഷേ ആ ജോലിക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പം ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് ക്വാളിഫിക്കേഷനും ആൾ ആഡ് ചെയ്തിട്ട് ആണ് ഇവിടെ ജോലിക്ക് കയറിയത്. ആൾ കമ്പനിക്ക് ഉണ്ടാക്കി വെച്ച ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് എൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ട് ജോലിക്ക് കയറി. അപ്പം എൻ്റെ വൈഫ് ജൂനിയറായിട്ട് കയറിയത്, പക്ഷെ അവൻ സീനിയർ എഞ്ചിനീയർ റോളിലോട്ട് കയറി. പക്ഷെ ഫേക്കായിട്ട്. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോൾ അവൻ തന്നെ അവിടെ നിന്ന് പിടിച്ച് നിൽക്കാൻ പറ്റണില്ല. ഒരു ജൂനിയറിനെ കാണുന്നതും സീനിയറിനെ കാണുന്നതും 2 ആംഗിളിലൂടെയല്ലോ. 40K ആണ്ടായിരുന്നു അവൻ്റെ പാക്കേജ് പറഞ്ഞത്. അതും അവൻ്റെ ലൈഫിലെ 2ാമത്തെ ജോലിയാണ്. ഇവിടെ മെയിനായിട്ട് എക്സ്പീരിയൻസ് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ട്രസ്റ്റബിളായിട്ട് നമ്മളെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ അത് നമ്മൾ യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ ടെക്നിക്കലി അല്ലെങ്കിൽ ഡിലേ ആക്കിയിട്ട് ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കമ്പനിക്ക് പ്രോപ്പർ ടൈമിൽ സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ പല ജോബ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആണെങ്കിലും 8 വർഷം അല്ലെങ്കിൽ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. അന്ന് ചോദിച്ച എന്തെങ്കിലും ചോദ്യം ഫസ്റ്റ് അടുത്ത് ചോദിക്കണം, ആ കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയുമോ എന്നുള്ളതാണ് ചോദിച്ചത്. എന്താണ് അവർ ചെയ്യണത്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ എൻ്റെ പ്രൊഫഷണൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ്റർവ്യൂ വന്നത് ആക്ച്വലി ഞാൻ ആർക്കാണ് ഇപ്പോൾ ജോബ് കിട്ടുകയാണെങ്കിൽ ആർക്കാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതായത് എൻ്റെ ലൈൻ മാനേജർ ആയിട്ടുള്ള ആളായിട്ടായിരുന്നു. എനിക്ക് ഫേസ് ടു ഫേസ് ആയിരുന്നു. അതിൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കും അറിയാം, എനിക്കും അറിയാം ഞങ്ങൾ പരസ്പരം എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. കാരണം എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്, ക്വാളിറ്റിയിലാണ് വേണ്ടത്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് വേണ്ടത്, ഇന്ന സ്കിൽസ് വേണം, ഇതെല്ലാം അറിയാം. അപ്പം ക്വസ്റ്റ്യൻസ് കൂടുതലും ടെക്നിക്കലായിരുന്നു. അപ്പം ഓരോ സിനാരിയോസ് ഇട്ട് തരും. ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കമ്പനിയുടെ ഡയറക്ടറുമായിട്ട് ലാസ്റ്റ് ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ആദ്യത്തെ ജോബിന് വേണ്ടിയിട്ട്. അതിലും ഇതേ സെയിം ക്വസ്റ്റ്യൻസ് പുള്ളിയുടെ രീതിക്ക് പുള്ളി മാറ്റി മറിച്ച് റീഫ്രൈസ് ഒക്കെ ചെയ്ത് വേറെ രീതിക്ക്. ജനറലായിട്ട് എനിക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ കയറിയപ്പം ഒരു HR-ൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും കേട്ട് വരുന്നൊരു ബേസിക് ക്വസ്റ്റ്യൻ, നമ്മൾ അടുത്ത 5 വർഷത്തിൽ നമ്മളെ എവിടെ കാണുന്നു, എന്തുകൊണ്ട് ഈ കമ്പനി, എന്താണ് നിങ്ങളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തത്, നിങ്ങൾ എന്തിനും പഴയ കമ്പനി വിടുന്നു. അപ്പം ഇങ്ങനത്തെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്കൊന്ന് ഫ്രഷേഴ്സ് ഒരു പുതിയ ആളാകുമ്പം കാര്യങ്ങൾ മൊത്തം മാറി അത് കുറച്ചുകൂടെ എനിക്കൊന്ന് ക്വസ്റ്റ്യൻസ് പേഴ്സണലാവും, കുറച്ചുകൂടെ ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും. കാരണം സ്പെസിഫിക് ആയിട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. എക്സ്പീരിയൻസിന് വേണ്ടിയാണ് കമ്പനി വരുന്നത്. എപ്പോഴും സിനേറിയോസ് തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ഒരു കൊലീഗ് വന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനത് പറയണോ മറച്ചു വെക്കണോ, അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ മറ്റേ കമ്പനിയോടുള്ള മറ്റേ ഓണസ്റ്റിയും ആ സംഭവങ്ങളൊക്കെ നമ്മൾ പുറത്തെടുത്ത് നമ്മൾ അങ്ങനെ ഒരു രീതിക്കൊക്കെ മറുപടി പറയുമ്പം അതിൽ നിന്നുള്ള ആൻസേഴ്സ് വെച്ചിട്ടായിരിക്കും ഫ്രഷേഴ്സിന് കൂടുതൽ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്.